സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ അടിമുടി പരിഷ്കാരങ്ങളാണ്. ഓട്ടോമാറ്റിക് ഗിയർ, ഇലക്ട്രിക് വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തരുത്. കാർ ടെസ്റ്റിന് നേരത്തെയുള്ള എച്ചെടുക്കൽ ഒഴിവാക്കിയിരിക്കുന്നു. പകരം വിപുലമായ ഗ്രൗണ്ട് ടെസ്റ്റ് നടത്തും. പ്രതിദിനം ഒരു MVIയും AMVIയും ചേർന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടവരുടെ എണ്ണം 30ആയി നിജപ്പെടുത്തി. മാറ്റങ്ങൾ മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരും. ദിവിഷ് മണി ഇത് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞു തരും. ദിവിഷ്, അതായത് ഇതിൻ്റെ ഒരു ചിത്രം കണ്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ അല്പം പാടാണെന്നുള്ള കാര്യം വ്യക്തമാണ്. എങ്ങനെയാണ് പുതിയ ടെസ്റ്റ്? എങ്ങനെയാണ് പക്ഷേ എന്തായാലും പുതിയതായി ലൈസൻസ് എടുക്കാൻ പോകുന്നവർ അല്പം വിയർപ്പൊഴുക്കേണ്ടി വരും എന്ന് വ്യക്തമാവുകയാണ്. ആ ചിത്രത്തിലേക്ക് വന്നാൽ സത്യത്തിൽ കിളി പോകുമെന്ന അവസ്ഥയാണ്. പക്ഷേ ആദ്യം തുടക്കത്തിലുള്ള ചില മാനദണ്ഡങ്ങൾ പറയാം. 95 cc മുകളിലുള്ള ഇരുചക്ര വാഹനത്തിൽ ടെസ്റ്റ് നടത്തണമെന്നാണ്. കാൽപാദത്തിൽ ഗിയറുള്ള വാഹനത്തിൽ ടെസ്റ്റ് നടത്തണമെന്നാണ് ഇനിയുള്ള നിബന്ധന. മെയ് 1 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. 2, ഗ്രൗണ്ട് ടെസ്റ്റ് പരിഷ്കരിച്ചിരിക്കുകയാണ്. എച്ച് ഒഴിവാക്കി എന്ന് കേൾക്കുമ്പോൾ ആശ്വാസം വേണ്ട, അതിലും വലിയ സാധനമാണ് വരാനിരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയാൻ വഴിയേ. ഇനി പരിശീലനം നൽകുന്ന കാറിന് 15 വർഷത്തിൽ കൂടുതൽ പഴക്കം പാടില്ല എന്ന നിബന്ധന മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഗിയർ അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളിൽ ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ല. ഇതിനോടൊപ്പം പ്രധാനമായിട്ടും ഒരിടത്ത്, അതാണ് ഇനി തിരക്ക് കൂടാനുള്ള സാധ്യതകൾ കാരണം ഇതാണ്, ഒരിടത്ത് ദിവസം 30 പേരിൽ കൂടുതൽ ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ല. അതിൽ തന്നെ 20 പേർ പുതിയ അപേക്ഷകരും 10 പേർ നേരത്തെ പരാജയപ്പെട്ടവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ടെസ്റ്റ് നടത്തുക. അതിനോടൊപ്പം തന്നെ ലേണേഴ്സ് ടെസ്റ്റിനും ഇതേപോലെ എണ്ണം നിജപ്പെടുത്തുക എന്ന് ഉറപ്പായിരിക്കും. പിന്നെ ഈ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യാനുള്ള ഡാഷ്ബോർഡ് ക്യാമറ, അപ്പോൾ ഒരു ഡ്രൈവർ എങ്ങനെ കാര്യങ്ങളൊക്കെ കൃത്യമായി വാഹനം ഓടിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ വ്യക്തമാകുന്നതിന് വേണ്ടി ഡാഷ്ബോർഡ് ക്യാമറ കൂടി നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇതിനോടൊപ്പം പ്രധാനമായിട്ടും ഡ്രൈവിംഗ് പരിശീലകർ കോഴ്സ് പാസ്സായിരിക്കണമെന്നുണ്ട്. കാരണം ഈ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല ധാരണ വേണമെങ്കിലേ പഠിക്കാൻ ചെല്ലുന്നവർക്കും അത് അറിയാൻ കഴിയൂ. ഇനിയുള്ളതാണ് പ്രധാനപ്പെട്ട ഈ എച്ച് ഒഴിവാക്കി എന്ന് പറയുമ്പോൾ ഇനി വരാനിരിക്കുന്ന ഒരു മാതൃക ഇതാണ്. നിലവിൽ ഈ കാണുന്നതാണ് A to B ഫോർവേഡ് തുടങ്ങി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ആദ്യം Aയിൽ നിന്ന് തുടങ്ങി അത് B വരെ നിങ്ങൾ വാഹനം മുന്നോട്ട് ഓടിച്ചു വരണം. പിന്നെ B to C റിവേഴ്സാണ്. Bയിൽ നിന്ന് C വരെ വാഹനം റിവേഴ്സ് പോകണം. C to D ഫോർവേഡാണ്. സിയിൽ നിന്ന് ഇങ്ങോട്ട് ഫോർവേഡ് വരണം. D to C to E റിവേഴ്സ്. ഡിയിൽ നിന്ന് C വന്ന് സിയിൽ നിന്ന് ഇയിലേക്ക് റിവേഴ്സ് വരണം. ഞാൻ മുഴുവൻ പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. ഇങ്ങനെ ഇതാണ്. അതായത് ഇവിടെ സിക്സാഗ് ഡ്രൈവിങ്ങിനുള്ള സ്ഥലമുണ്ട്, ഇവിടെ ഗ്രേഡിയൻ സ്ഥലമാണ്. അപ്പോൾ ഇറക്കത്തിലും കയറ്റത്തിലും വാഹനം നിർത്തുന്നത്, ഇതൊക്കെ ഈ ചുവപ്പ് വട്ടമിട്ടിരിക്കുന്നത് സ്റ്റോപ്പ് മാർക്കുകളാണ്. ഇവിടെയൊക്കെ വാഹനം ഓടിക്കുന്നതിനിടയിലും റിവേഴ്സിനിടയിലും സ്റ്റോപ്പ് ചെയ്യേണ്ട സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതാണ് ഈ എച്ച് ഒഴിവാക്കിക്കൊണ്ട് വരാൻ പോകുന്ന ഒരു ഡയഗ്രാം ഇതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ വരണമെങ്കിൽ നല്ലപോലെ വാഹനം ഓടിച്ച് പരീക്ഷിച്ചാൽ മാത്രമേ ഇത് പൂർണ്ണമായും വിജയത്തിലൂടെ ടെസ്റ്റിന് ചെല്ലുന്നയാൾക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ഉറപ്പാണ്. മെയ് 1 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. 30 പേരെന്ന് നിജപ്പെടുത്തുമ്പോൾ ഇനി അങ്ങോട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് അത് എടുക്കുക എന്നത് കുറച്ച് സമയം കൂടി നമ്മൾ നീക്കി വെക്കേണ്ട ഒരു കാര്യമായി മാറും. എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നായിരിക്കില്ല. അത് ഒരു കണക്കിന് നല്ലതാണ്. കുറച്ചും കൂടി പരിശീലനം സിദ്ധിച്ച ആളുകൾ റോട്ടിൽ ഇറങ്ങുന്നതാണ് നല്ലത്. അല്ലാതെയുള്ള അപകട കാരണങ്ങളൊക്കെ പലതും ഈ ഡ്രൈവിംഗ് പരിശീലനത്തിലെ മികവില്ലായ്മയാണ് അപകടങ്ങളിലേക്ക് നയിക്കുന്നത് എന്ന വിലയിരുത്തലുകളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയുള്ള വലിയ മാറ്റങ്ങളിലേക്ക് പോകുന്നത്.